മക്കളെ നമ്മൾ നല്ല പോലെ പരിപാലിക്കണം. മക്കളെ നമ്മൾ നല്ല പോലെ കൃപയിൽ വളർത്തണം. മക്കളെ നല്ല പോലെ കൃപയിൽ വളർത്തണം. ഇഞ്ഞപ്പോലത്തെ മോര്യാന്മാരാണ് വെച്ചാൽ ചെറിയ കുട്ടികളെ എടുക്കാൻ തന്നെ പോലെ. അപ്പൊ അതിനുള്ളിൽ കുപ്പായത്തിൽ എന്തെങ്കിലും ആകുമോ എന്നുള്ള വേചാണ്. നമ്മുടെ മക്കൾക്ക് നല്ല കൃപ കൊടുക്കണം. അപ്പൊ മക്കൾക്ക് നല്ല കൃപ കൊടുക്കുമ്പോൾ മാതാപിതാക്കൾക്ക് നല്ല ബഹുമാനം കിട്ടും. അത് ഏത് സമയത്ത്? ചെറിയ പ്രായത്തിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. ഓ ഉമ്മമാര്, ഉപ്പമാരെ, മക്കളോട് നല്ല കൃപ കാണിക്കുക. എങ്കിൽ തീർച്ചയായും മക്കളിൽ നിന്ന് തിരിച്ച് നിങ്ങൾക്ക് ബഹുമാനം കിട്ടും, അനുസരണം കിട്ടും. ഇപ്പൊ നമ്മളെ മാതാപിതാക്കളൊക്കെ കുട്ടികളെങ്ങനെ കുറ്റപ്പെടുത്തുന്ന കാലമാണ്. അറിഞ്ഞിട്ട് കാര്യമല്ലോ ഉസ്താദേ, ഒക്കെ ആഖിർ സമാന്റെ മക്കളാണ്. പിന്നെ വാപ്പാരൊക്കെ അവ്വൽ സമാന്റെ. നമ്മൾ തമ്മിലിപ്പോ കുറ്റപ്പെടുത്തല്ലേ ഞാൻ പറഞ്ഞത്. കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു കാര്യമല്ല. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പോയിട്ട് പറഞ്ഞു, മഹാനവറുകളെ, എന്റെ മകൻ ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ ചോദിച്ചു, നിങ്ങളെ മകന് നിങ്ങൾ എപ്പോഴെങ്കിലും ശപിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇതൊന്നും നന്നാവൂലടാ. അങ്ങനെയുണ്ടല്ലോ ഒരു വർത്താനം നമുക്ക്. അങ്ങനെ വല്ല ശപിച്ച വാക്കും മകനെതിരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന്. എന്നാ പിന്നെ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ, മാതാപിതാക്കൾ ഒരു സാഹചര്യത്തിലും മക്കളെ ശപിച്ച് പറയരുത്. ഓളൊന്നും കുരുത്തം പിടിക്കൂല, ഓനൊക്കെ നശിച്ചു പോകും. അങ്ങനത്തെ ഒരു വാക്ക് മാതാപിതാക്കൾ പറയാൻ പാടില്ല. ഉമ്മ, ഉപ്പ എന്ന് പറയുന്നത്, ഓ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്കറിയോ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര മോള് ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമത്തു സഹറ, റസൂലുള്ളാഹിക്ക് 7 മക്കളാണ്. 3 ആൺമക്കളും 4 പെൺമക്കളും അല്ലേ? 3 ആൺമക്കൾ ആരൊക്കെ? ഖാസിം റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ കുട്ടിയും ചെറുപ്പത്തിലേ മരിച്ചു. ഇബ്രാഹിം എന്ന കുട്ടി മാരിയത്തുൽ ഖിബ്തിയയിൽ ജനിച്ചിരിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി ജനിക്കുന്നത് റസൂലുള്ളാഹിക്ക് 60 വയസ്സിന് അടുത്തെത്തുമ്പോഴാണ്. കുട്ടിക്ക് 1.5 വയസ്സാകുന്ന സമയത്ത് കുട്ടിയും മരിച്ചു. യാ റബ്ബ്, 3 ആൺകുട്ടികൾ, 3ഉം നേരത്തെ മരിച്ചു. ഒരു വാപ്പ എന്നുള്ള നിലക്ക് റസൂലുള്ളാഹിനെ ഒന്ന് പഠിച്ചു നോക്കാൻ നിങ്ങൾ. ഒരു വാപ്പ എന്ന അർത്ഥത്തിൽ ഒന്ന് പഠിച്ചു നോക്കി. ആരാണ് റസൂലുള്ളാഹി തങ്ങൾ? ചെറിയ പ്രായത്തിൽ ജനിക്കുന്നതിന് മുമ്പ് വാപ്പ മരിച്ചിരിക്കണം. 6ാമത്തെ വയസ്സിൽ ആര് മരിച്ചിരിക്കണം? ഉമ്മ മരിച്ചിരിക്കണം. 8ാമത്തെ വയസ്സിൽ ആര് മരിച്ചിരിക്കണം? മൂത്താപ്പ അബ്ദുൽ മുത്തലിബ് മരിച്ചിരിക്കണം. പിന്നെ ആരാണുള്ളത്? ഓർത്ത് നോക്കണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിരിക്കുന്ന കുട്ടി, ആദ്യത്തെ കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ മരിച്ചു. 2ാമത്തെ ആൺകുട്ടി മരിച്ചു. 3ാമത്തെ ആൺകുട്ടി മരിച്ചു. ഇനി ആരാണുള്ളത്? 4 പെൺകുട്ടികൾ. 4 പെൺമക്കളെ നോക്കണം നമ്മൾ. ഒന്ന് സൈനബ് റളിയല്ലാഹു അൻഹ. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയൊരു പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ മനസ്സുകൊണ്ട് പതറിപ്പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്ത മോള് സൈനബൂനെ കല്യാണം കഴിച്ചിരിക്കുന്നത് അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ അത് നുബുവത്തിന്റെ മുമ്പാണ് കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നബിയാവുക എന്നുള്ള ഓർഡർ കിട്ടിയത്. റസൂലുള്ളാഹിക്ക് 40 ആകുന്നതിന്റെ മുമ്പ് കല്യാണം കഴിഞ്ഞിരിക്കുന്ന സൈനബൂനെ കല്യാണം കഴിച്ചിരിക്കുന്ന അബുൽ ആസ് എന്ന ചെറുപ്പക്കാരൻ മക്കയിൽ അല്പം സാമ്പത്തിക ശേഷിയും സൗകര്യമൊക്കെ ഉള്ള ആളാണ്. അബുൽ ആസ് മക്കയിലെ പ്രമുഖനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് പ്രഖ്യാപിച്ച് നബിയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മോള് സൈനബു ഷഹാദത്തി കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചു. ഭർത്താവ്, മരുമകൻ മുസ്ലിം ആയില്ല. ഈ ചരിത്രം ഒന്ന് നല്ലപോലെ പഠിക്കണം. എന്താണെന്നറിയാം, ഈ ചരിത്രം ഉപയോഗം ചെയ്യുന്നുണ്ട് പലപ്പോഴും പല പാർട്ടിക്കാരും പല ആൾക്കാരും. റസൂലുള്ളാഹിന്റെ മോളും റസൂലുള്ളാഹിന്റെ മരുമകനും 2 മതക്കാരായിരുന്നു. അവർ തമ്മിൽ ജീവിതം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് മിശ്ര വിവാഹത്തിന് തെറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പഠിക്കണം. ഇപ്പൊ പഴയ കാലത്തെ മാതിരിയല്ല. ഈ വാട്സപ്പിലുണ്ടല്ലോ അല്ലേ, പാടെടുത്തോലൊക്കെ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ മരങ്ങനെ പറച്ചിലുണ്ടല്ലേ നമുക്ക് എന്ന മാതിരി ഓരോരുത്തരോട് പ്രത്യക്ഷപ്പെടുക. അല്ലാഹു റബ്ബി, 10 പേരിലും ഒരു മോതിരം, അങ്ങനെ 5-6 തുണിയോട് തലയിൽ കെട്ടിയിട്ട് അതുകൊണ്ടൊന്നും ഔലിയാവൂല. അതൊക്കെ പാടപ്പൊ വിലായത്താണ് എത്തിങ്ങാണ്ട് ആരും ബജാല കൂടാൻ നിൽക്കണ്ട. ഞാനിപ്പോ പ്രത്യേകം പറയേണ്ടി വന്നു. അർഹതപ്പെട്ട ആളുകളിലേക്ക് ആരും എത്തിച്ചേരുന്നില്ല. ആ മൂപ്പർക്ക് മുമ്പ് നിന്നോടത്ത് എന്തോ കിട്ടിയിരിക്കണ എന്താന്നില്ല. അങ്ങനെ ഒരാൾ അന്വേഷിച്ച് ചെന്ന് നോക്കുമ്പോ പുറത്ത് 4 കിട്ടിയിട്ട് പോകുന്നതാണ്. ഈ എന്തോ കിട്ടിയിരിക്കണെന്ന് പായാൻ നിൽക്കണ്ട. മനസ്സിലാക്ക്.
ഇവിടെ നല്ല നല്ല മഹാന്മാർ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്കറിയോ എത്ര മഹാന്മാർ കഴിഞ്ഞുപോയി? മമ്പുറം തങ്ങൾ പാപ്പ കഴിഞ്ഞുപോയി. ഇത് അജ്മീർ ഖാജ തങ്ങളെ മാസമാണ്. മടവൂർ ഷെയ്ഖുന, ശംസുലുലമ EK ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി, താജുല്ലുലമ, എത്ര വലിയ വലിയ മഹാന്മാർ ഇപ്പൊ ഹയാത്തുള്ള ആളുകളെ നിങ്ങൾക്കറിയോ? ബഹുമാനപ്പെട്ട സുലൈമാ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. 2 പ്രാവശ്യം ഞാൻ മൂപ്പരെ കൂടെ ഹജ്ജിന് പോയിട്ടുണ്ട്. ഞാൻ ഹജ്ജിന് ഖാദിമായിട്ട് പോണ ആളാണ്. 2 പ്രാവശ്യം നമ്മളെ സുലൈമാ ഉസ്താദ് വലിയ അല്ലെങ്കിൽ ഇപ്പൊ ഈ ആകാശത്തിലോട്ട് വലിയ ഉണ്ടാവില്ല. 3 വയസ്സിൽ വീട്ടിൽ നിന്ന് ഉമ്മാന്റെ അടുത്ത് നിന്ന് ഖുർആനോത്ത് നടത്തിയതാണ്. അവിടുന്നായിട്ട് പഠിച്ചാൻ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ടവർ ദീനിയായ മുതഅല്ലിമ്, മുഅല്ലിമ്, ഉസ്താദ്, മുദരിസ്. നമ്മളെ കേരളത്തില് എല്ലാ ദിവസവും ദർസ് നടത്തുന്ന ഒരു മോലിയാർ, ഒരു പണ്ഡിതൻ ആര് മാത്രം? സുലൈമാ ഉസ്താദ് മാത്രം. ബാക്കിയുള്ള ഉസ്താദ്മാർക്കൊക്കെ വ്യാഴാഴ്ച ഒഴിവാണ്. സുലൈമാ ഉസ്താദിന് വ്യാഴാഴ്ച കുണ്ടൂർ ഉസ്താദിന്റെ അവിടെ ദർസ. അസർ നിസ്കരിച്ചാൽ അപ്പൊ കുണ്ടൂർ ഉസ്താദിന്റെ അവിടെ എന്ത് തുടങ്ങി? ബുഖാരി ദർസ. വലിയ വലിയ ആലിമ്യങ്ങൾ വരും അവിടെ. വെള്ളിയാഴ്ച എല്ലാ ഉസ്താദന്മാർക്കും ഒഴിവാണ്. കുണ്ടൂർ ഉസ്താദിന്, സുലൈമാ ഉസ്താദിന് വെള്ളിയാഴ്ച രാവിലെ മൂപ്പരെ വീട്ടില് ഒരുപാട് ആലിമ്യങ്ങൾ ഓൽക്ക് ദർസാണ്. വെള്ളിയും ശനിയും ഞായറും തിങ്കളും ഒഴിവില്ലാതെ എല്ലാ ദിവസവും ദർസ് നടത്തുന്ന മഹാഭാഗ്യം. അതാണ് സുലൈമാ ഉസ്താദ്. ഒരു മുഅക്കദായ സുന്നത്ത്, ഒരു റവാത്തിബ് സുന്നത്ത്, ഒരു തഹജ്ജുദ്. യാ റബ്ബ് യാ റബ്ബ്. എത്ര വലിയ മഹാനാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ വലിയ വലിയ മഹാന്മാർ നമുക്കുണ്ട്. അവരെടുത്തേക്കൊന്നും ആരും പോണില്ല. പോണത് എവിടേക്കാണ്? എന്തോ കിട്ടിക്കണല്ലോ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് ഓരോരോ വിഷയങ്ങളിൽ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ നല്ല പോലെ ശ്രദ്ധിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആ വിശ്വാസികളും ആദർശങ്ങളും നിലനിന്നുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ ഓർക്കണം, ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിരിക്കുന്ന ഭർത്താവാണ് ആര്? അബുൽ ആസ്. അബുൽ ആസ് ഇസ്ലാം മതം സ്വീകരിച്ചില്ല. സൈനബ് റളിയല്ലാഹു അൻഹ മുസ്ലിമായി. രണ്ടാളും സന്തോഷകരമായി ജീവിക്കുന്ന മധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി. സൈനബ് റളിയല്ലാഹു അൻഹ ഷഹാദത്ത് കലിമ ചൊല്ലി ഉപ്പാന്റെ കൂടെ കൂടി. മരുമകൻ ഇസ്ലാം മതം സ്വീകരിച്ചില്ല. അന്നത്തെ നിയമം അനുസരിച്ചുകൊണ്ട് രണ്ടാക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റി. പക്ഷേ മക്കത്തെ കാഫിരീങ്ങൾ ഇടപെട്ടുകൊണ്ട് അബുൽ ആസിയോട് പറഞ്ഞു, മുഹമ്മദ് നമ്മളെ ദൈവത്തിനൊക്കെ ആക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് മുഹമ്മദിന്റെ മകളെ നീ ത്വലാക്ക് ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ അബുൽ ആസി പറഞ്ഞു, ഞാൻ ത്വലാക്ക് ചെല്ലുന്ന പ്രശ്നമില്ല, ഞാനും അവളുമായി ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വേണ്ടേ, അതില്ലാത്തത് കൊണ്ട് ഞാൻ ത്വലാക്ക് ചെല്ലൂല എന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നീട് ഹിജറക്ക് ഓർഡർ കിട്ടി. റസൂലുള്ള മദീനത്തേക്ക് ഹിജറ പോകാൻ. ആ ഹിജറ പോകുമ്പോൾ മകള് വാപ്പാനോട് ചെന്നിട്ട് ചോദിക്കണം, ഉപ്പാ ഞാൻ എന്താ വേണ്ടത്? ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച് ഹിജറക്ക് പുറപ്പെട്ട് നിങ്ങളെ കൂടെ പോരണോ, അതല്ല എന്റെ ഭർത്താവിന്റെ കൂടെ അനുസരിച്ചുകൊണ്ട് നിൽക്കണോ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോളെ നീ ഭർത്താവിന്റെ കൂടെ നിന്നോ, നിനക്ക് പോരാൻ സമയമാകുമ്പോൾ ഞാൻ പറയാം. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയി മദീനത്തെത്തി. ഹിജറയുടെ 2-ാം വർഷം മദീനയിൽ ബദർ സമരം നടക്കുകയാണ്. ആ ബദർ സമരം നടക്കുമ്പോൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ നബി തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ മരുമകനുണ്ട്. അബുൽ ആസി ഏതിൽ വന്നിട്ടുണ്ട്? ബദറിൽ വന്നിട്ടുണ്ട്, എതിരിചേരിയിൽ. അങ്ങനെ ബദർ സമരം നടന്നു. 70 ആളുകൾ ശത്രുക്കളെ കൂട്ടത്തിൽ 70 എണ്ണം കൊല്ലപ്പെട്ടു. 70 ആളുകളെ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടു, ജയിലിൽ അടക്കപ്പെട്ടു, യുദ്ധത്തടവുകാരായി. ആ 70-ൽ ഒരാള് റസൂലുള്ളാഹിന്റെ മരുമകനാണ്. ആ 70-ൽ ഒരാൾ റസൂലുള്ളാഹിന്റെ മരുമകനാണ്. യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടവരെ ജാമ്യത്തിൽ വിടുന്നതിന്റെ ചർച്ച നടക്കുകയാണ്. ആ ജാമ്യ സംഖ്യ കെട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറക്കണം. ആ സമയത്ത് ചർച്ച വന്നപ്പോൾ ഓരോരുത്തരും ജാമ്യ സംഖ്യ കൊടുത്തയച്ചു. ആ വിവരം മക്കത്ത് സൈനബൂന് കിട്ടി. യുദ്ധത്തടവുകാരെ ജാമ്യ സംഖ്യ കെട്ടിക്കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചയക്കാൻ പ്ലാൻ ഉണ്ട്. സൈനബൂന്റെ കയ്യിൽ കൊടുത്തയക്കാൻ ഒന്നുമില്ല. അപ്പൊ സൈനബ് റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? കഴുത്തിലുണ്ടായിരുന്ന ഒരു സ്വർണത്തിന്റെ മാല, ആ മാല എടുത്തിട്ട് ചെറിയൊരു ബോക്സിലാക്കിയിട്ട് പൊതിഞ്ഞ് കെട്ടി റെഡിയാക്കിയിട്ട് ഭർത്താവിന്റെ അനുജനോട് പറഞ്ഞു, നീ ഇതും കൊണ്ട് മദീനത്ത് പോണം, എന്നിട്ട് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും മദീനയിലെ പള്ളിയിൽ ഇരുന്ന് വിഷയത്തിൽ ഇങ്ങനെ തീരുമാനമാക്കുമ്പോൾ ഓരോരുത്തരെയും ഇങ്ങനെ വിളിക്കാൻ 70 ആളുകളെ ജാമ്യസംഖ്യ വെച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ. അങ്ങനെ ആരെത്തി? റസൂലുള്ളാഹിന്റെ മുമ്പിൽ മകളുടെ ഭർത്താവ് എത്തിയപ്പോൾ അനുജൻ ജാമ്യസംഖ്യയുമായി വന്നിട്ടുണ്ട്. ആ സംഖ്യ ജാമ്യസാധനം കൊണ്ടുവന്ന് സഭയിൽ വെച്ചുകൊണ്ട് ആ കെട്ടഴിച്ചിട്ട് മകള് കൊടുത്തയച്ചിരിക്കണ ആ പൊതിന് കെട്ട് കഴിച്ചിട്ട് അതിന് ഇങ്ങനെ എടുത്തു നോക്കുമ്പോ സ്വർണത്തിന്റെ ഒരു മാലയാണ്. ആ മാല ഇങ്ങനെ കണ്ടപ്പോഴേക്കും നബി തങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. മോളെ കഴുത്തിലുള്ള ആ മാല കണ്ടപ്പോൾ നബി തങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, തങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഈ മാല കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഖദീജുവിനെ ഓർത്തുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വയസ്സ് 25, ഖദീജുവിന് 40. ഖദീജ ബീവിക്ക് 65 ആയപ്പോൾ വഫാത്താകുമ്പോൾ 25 കൊല്ലം നബി തങ്ങളും ഖദീജ ബീവിയും ഒരുമിച്ച് ജീവിച്ചപ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ മുഴുവൻ സ്വത്തും ഇസ്ലാമിന് വേണ്ടി റസൂലുള്ളാഹിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ സമുദ്രനിരപ്പിൽ നിന്ന് 2200 അടി ഉയരമുള്ള ജബലുന്നൂർ പർവ്വതത്തിന്റെ ഹിറാ ഗുഹയിലേക്ക് റസൂലുള്ളാഹിക്ക് ദിവസവും ഭക്ഷണം എത്തിച്ചു കൊടുത്തു. കഷ്ടപ്പാടിന്റെയും കണ്ണീരിന്റെയും കാലത്ത് മുത്തുനബിയുടെ കൂടെ ജീവിച്ചു. ആരാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ? ആ ഖദീജ ബീബിന്റെ കഴുത്തിൽ ഒരു മാല ഉണ്ടായിരുന്നു. ആ മാല മൂത്ത മകള് സൈനബുവിനെ കെട്ടിച്ചപ്പോൾ ഉമ്മ കഴുത്തിലിട്ട് കൊടുത്ത മാലയാണ്. ആ മാലയാണ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത്. ആ മാല കണ്ടപ്പോൾ ഖദീജ ബീബിനെ ഓർത്തുകൊണ്ട് നബി തങ്ങൾ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. സ്വഹാബാക്കൾ പറഞ്ഞു, നബിയേ, ഇത് ഖദീജുവിന്റെ മാലയാണെങ്കിൽ ഇത് നമുക്ക് മകൾക്ക് തന്നെ തിരിച്ചു കൊടുത്തയച്ചൂടെ? സ്വഹാബാക്കൾ അങ്ങനെ തീരുമാനമാക്കിയിട്ട് ഒരു കാര്യം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ജാമ്യസംഖ്യ കെട്ടിവെച്ചുകൊണ്ട് തിരിച്ചയക്കുമ്പോൾ ഒരു കാര്യം ഭർത്താവിനോട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ മരുമകനോട് പറഞ്ഞു, നീയും എന്റെ മോളും അവൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്, നീ മുസ്ലിമായിട്ടില്ല. നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഇണ ചേർന്ന് ജീവിക്കുന്നതിന് ഇസ്ലാമിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇസ്ലാമിന്റെ നിയമം വന്നിട്ടുണ്ട്. മതപരമായി വിശ്വാസത്തിൽ യോജിപ്പുള്ളവരെ ഒരുമിച്ച് നിൽക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നീ ഇനി സൈനബുവിന്റെ കൂടെ നിൽക്കണോ, നീ ഇസ്ലാം മതം സ്വീകരിക്കണം, അല്ലേ പ്രശ്നങ്ങളൊന്നുമില്ല, സൈനബുവിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കണം, അതിന് നീ തയ്യാറാണോ? എന്നാൽ നിന്നെ വെറുതെ വിട്ടേക്കാം. ആ കരാറ് പ്രകാരം അബുല്ലാസി പറഞ്ഞു, ഞാൻ മകളെ ഇങ്ങോട്ട് തിരിച്ചയക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സെയ്ദ് ബിൻ ഹാരിത്തെ റസൂലുള്ളാഹിന്റെ പോറ്റുമകനെ കൂടെ പറഞ്ഞയച്ചു. സൈനബുവിനെ കൂട്ടി പോരാൻ വേണ്ടി മക്കയുടെ അതിർത്തിയിൽ വന്നുകൊണ്ട് അദ്ദേഹം കാത്തുനിന്നു. ഭർത്താവ് വീട്ടിൽ പോയിട്ട് സൈനബുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, സൈനബോ, നമുക്ക് 2 പേർക്കും ഇനി ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല എന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൈനബു ചോദിക്കുന്നുണ്ട്, എന്താ കാരണം? നിങ്ങൾ എന്നെ ത്വലാഖ് ചെല്ലുകയാണോ? എനിക്ക് നിന്നെ ത്വലാഖ് ചെല്ലേണ്ട താല്പര്യമില്ല, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ നീ വിശ്വസിച്ചിരിക്കുന്ന ഇസ്ലാം, ഉപ്പ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം, ആ ഇസ്ലാമിൽ നമ്മൾ തമ്മിൽ ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ മുസ്ലിം ആവണം, അല്ലെങ്കിൽ നീ ഇസ്ലാം വിടണം. നീ ഇസ്ലാം വിടാൻ തയ്യാറില്ല, ഞാൻ മുസ്ലിം ആകാനും തയ്യാറില്ല. ആ നിലക്ക് ഉപ്പ പറഞ്ഞിട്ടുണ്ട് നിന്നെ അങ്ങോട്ട് തിരിച്ചയക്കാൻ. അപ്പൊ ബഹുമാനപ്പെട്ട സൈനബ് ബീബി റളിയല്ലാഹു അൻഹ യാത്രക്കുള്ള സാധനങ്ങളൊക്കെ ഒരുങ്ങി. ഭർത്താവ് സമ്മതം കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോളെ ഒട്ടകപ്പുറത്ത് കയറ്റി ഭർത്താവിന്റെ അനുജൻ ആ അതിർത്തിയിലേക്ക് കൊണ്ടുപോയി വിടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ സൈനബ ബീബി റളിയല്ലാഹു അൻഹ ഗർഭിണിയാണ്. ആ സമയത്താണ് ഈ യാത്രക്ക് ഒരുങ്ങുന്നത്. ഒട്ടകപ്പുറത്ത് കയറി മദീനയിലേക്ക് യാത്ര ചെയ്യുന്ന മധ്യേ ഈ വിവരം ശത്രുക്കൾ അറിഞ്ഞു. മക്കത്തെ ശത്രുക്കൾക്ക് ബദർ യുദ്ധത്തിൽ പരാജയപ്പെട്ട കലിയുണ്ട്, അങ്ങേയറ്റത്തെ ദേഷ്യമുണ്ട്. നബി തങ്ങളെ മോള് ഒട്ടകപ്പുറത്ത് യാത്ര പോകുന്നുണ്ടെന്ന് കേട്ടപ്പോൾ 2 ശത്രുക്കൾ ഓടി വന്നു. ഒരു വിജനമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് അവർ ഒട്ടകത്തിന് വളഞ്ഞു. ഭർത്താവിന്റെ അനുജൻ കൂടെയുണ്ട്. അള്ളാഹു റബ്ബി അവരെ തടഞ്ഞു വെച്ചു. വലിയ പ്രശ്നങ്ങളായി. അവസാനം ശത്രുക്കളെ കൂട്ടത്തിൽപ്പെട്ട ഹബ്ബാർ എന്ന് പറയുന്ന ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മകൾ ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ അല്ലാഹ് ഒരു ഇരുമ്പിന്റെ കുന്തം കൊണ്ട് മകളെ കുത്തി താഴെയിട്ടു. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മകള് സൈനബു ഒട്ടകപ്പുറത്തുനിന്ന് താഴെ വീണത് ഒരു പാറപ്പുറത്തേക്കാണ്.
ആ പാറപ്പുറത്തേക്ക് ബഹുമാനപ്പെട്ട സൈനബ ബിബി റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് നിന്ന് വീണപ്പോൾ ഗർഭം അലസി, ശരീരം ആകെ രക്തത്തിൽ കുളിച്ചു, പരിസരം രക്തം ഇങ്ങനെ കട്ടം കട്ടയായി നിന്നു. വല്ലാത്ത ഒരു രംഗമായിരുന്നു അത്. അല്ലാഹു റബ്ബി, ദൂരെ എങ്ങാണ്ടും അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലാത്ത മക്കയിലെ പ്രധാനിയായ അബൂ സുഫിയാൻ ഈ രംഗം കണ്ട് ഓടി വന്നു. അദ്ദേഹം ഓടി വന്നിട്ട് ശത്രുക്കളോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ശരിയായില്ല, ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഇങ്ങനെ ആക്രമിക്കാൻ പാടുണ്ടോ? സൈനബിന്റെ കൂടെയുള്ള ഭർത്താവിന്റെ അനുജനോട് പറഞ്ഞു, നീ എന്തിനാണ് ഈ കുട്ടിയെയും കൊണ്ട് പച്ച പകലി വരെ മുമ്പ് കൂടെ പോയത്? ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കാണെന്ന് നിനക്കറിയില്ലേ? അതുകൊണ്ട് വീണ് കിടക്കുന്ന സൈനബൂനെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തിയിട്ട് ഒട്ടകപ്പുറത്ത് തന്നെ കയറ്റിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയിട്ട് ഗർഭം അലസി ഒന്നായിട്ട് രക്തത്തിൽ കുളിച്ച് വീട്ടിൽ പോയ സൈനബു ആ പാറപ്പുറത്ത് വീണതിന്റെ പരിക്കുകൊണ്ട് നടക്കാൻ വേണ്ടത്ര സാധിക്കുന്നില്ല. ഭർത്താവാണെങ്കിൽ മുസ്ലിം അല്ലാതെ നിൽക്കുകയാണ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ല. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ കണ്ണീർ കഴുത്തിൽ നിൽക്കുകയാണ്. അല്ലാഹ്, ഗർഭം അലസി മോള് കഷ്ടപ്പെടുന്ന വിവരം നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ മദീനയിൽ ഈ വിവരം അറിയുമ്പോൾ ആ വാപ്പാക്കുണ്ടാകുന്ന മനസ്സൊന്ന് ഓർത്തു നോക്കൂ. അവിടെ നിങ്ങളൊരു വാപ്പാന്റെ മനസ്സൊന്ന് ഓർത്തു നോക്കി നിങ്ങൾ. അല്ലാഹു റബ്ബി, ബഹുമാനപ്പെട്ട സൈനബ ബീബി റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ കൂടെ അവിടെ താമസിക്കാണ്. കുറച്ച് ദിവസം കഴിഞ്ഞു. സൈനബ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് അത്യാവശ്യം നടക്കാനും മറ്റൊക്കെ സമയമായപ്പോൾ ബഹുമാനപ്പെട്ട സൈനബ റളിയല്ലാഹു അൻഹ ഉപ്പായൊക്കെ വിവരം അറിയിച്ചു, ഞാൻ മദീനയിലേക്ക് വരികയാണ്. അല്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ ഹാരിസയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോള് മദീനയിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ മോളെ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് വീണ് പരിക്ക് പറ്റിയ സൈനബൂന് ശരിക്ക് വേദന സഹിച്ചിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് വാപ്പയുടെ അടുക്കലേക്ക് എത്തുന്നത്. ആ വാപ്പാന്റെ ഒരു സങ്കടം നിങ്ങൾ ഓർത്തു നോക്കൂ. നമുക്കൊക്കെ ജീവിതത്തിൽ വല്ല പ്രയാസവും ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചെറിയ ഒരു വിഷമം വരുമ്പോഴൊക്കെ നമ്മൾ ആൾക്കാർ പറയും, ഞാൻ മരിച്ചെങ്കിലോ എന്ന് കരുതി, ഞാൻ കിണറ്റിൽ ചാടിയെങ്കിലോ എന്ന് കരുതി, അല്ലേ? എന്തൊക്കെ നമ്മൾ കരുതല്. നാളെ ഒരു ചങ്ങായി പാതിരാക്ക് എന്നെ ഫോൺ ചെയ്തു, ഹലോ കുറ്റമ്പാർ ഉസ്താദല്ലേ? അതെ ഉസ്താദേ, എന്തേ മോനെ, എന്റെ പെണ്ണുങ്ങൾ കിണറ്റിൽ ചാടാൻ പോവുകയാണ്, ഞാൻ ടോർച്ച് അടിച്ചു കൊടുത്തളാറിനി. അല്ല, ഓളേതായാലും പോകാൻ തീരുമാനിച്ചു. ഇപ്പൊ നമ്മള് കാത്തുനിന്നിട്ട് കാര്യമല്ലോ. ചില പെണ്ണുങ്ങൾക്ക് ഉണ്ട് അനങ്ങിയാ ഒരു കിണറ്റിൽ ചാടാൻ പോയി. നാളെ നമ്മളോട് ഒരു പെണ്ണ് കിണറ്റിൽ ചാടാൻ പോയി, വജ്ജിലൊരു ചേരനെ കണ്ടു കാണി തിരിച്ചു പോയി. ഇതാപ്പോ കിണറ്റിൽ ചാടാൻ പോണല്ലോ. ഇവിടെ ഞാൻ എൻ്റെ അമ്മമാരായാലും ബാപ്പാരായാലും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പൊ ആത്മഹത്യ ചെയ്തൊരു ഫാഷനായ മക്കളെ കഠിനമായ തെറ്റ് ചെയ്യല്ലേ, കഠിനമായ തെറ്റ് ചെയ്യല്ലേ. 2 ആഴ്ച മുമ്പ് നിലമ്പൂരിൽ 17 വയസ്സായിരിക്കുന്ന ഒരു കുട്ടി, ഇപ്പോ ഒരു പരീക്ഷന്റെ SLC +1 പരീക്ഷന്റെ മുമ്പ് ഒരു പരീക്ഷ നടക്കും. ആ പരീക്ഷയിൽ കുട്ടി എന്ത് ചെയ്തു, പരീക്ഷാ ഹാളിൽ കോപ്പി അടിച്ചു. അപ്പൊ അവിടുത്തെ ആ പരീക്ഷാ ഹാളിലെ സാർ എന്ത് ചെയ്തു, അവളെ കടലാസിന് പിടിച്ചു വാങ്ങിയിട്ട് പുതിയത് എഴുതാൻ വേറെ കടലാസ് കൊടുത്തിട്ട് വാപ്പാനോട് വരാൻ പറഞ്ഞു. വാപ്പാനോട് പറഞ്ഞു, മോളിങ്ങനെ പരീക്ഷാ ഹാളിൽ ഒരു ഇത് ചെയ്തപ്പോ അവളെ പേപ്പർ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അവള് പുതിയത് എഴുതിയതാണ് എന്ന് വിവരം പറഞ്ഞു. വാപ്പ മകളെ കയ്യും പിടിച്ചുകൊണ്ട് അങ്ങനെയാണ് വീട്ടിൽ പോയി. ഒരു സംഭവം ഉണ്ടായില്ല. വീട്ടിൽ ചെന്നോടുമ്പോ മോള് റൂമിക്കാണ് കയറി, പിന്നെ പുറത്തേക്ക് വരുന്നത് കാണാനില്ല. +1 പഠിക്കണ കുട്ടിയാ. കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടിനെ കാണാത്തപ്പോ നോക്കുമ്പോൾ ഫാനുമേൽ തൂങ്ങി കിടക്കണം. എന്തൊരു കഷ്ടകാലമാണ്. ജീവിതത്തിന്റെ വളരെ ചെറിയ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോഴേക്ക് കുട്ടികൾ ജീവൻ ഒടുക്കുന്ന ചില സംഭവങ്ങൾ. പടച്ചോൻ നമ്മളെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. പടച്ചോനെ നമ്മളെ മക്കളൊക്കെ നീ ഹൈറാക്കി തരണേ അല്ലാഹ്. വല്ലാത്ത ഒരിക്കലും ഞാൻ മരിച്ചെങ്കിലോ എന്ന് കരുതി, ഞാൻ കിണറ്റിച്ചാടിയെങ്കിലോ എന്ന് കരുതി അങ്ങനെ ഒരാളും പറയാൻ പാടില്ല. അത് അള്ളാഹ് പൊരുത്തപ്പെടാത്തൊരു വാക്കാണ്. മനസ്സിൽ ചിലപ്പോൾ പല വിചാരവും വന്നിട്ടുണ്ടാവും. അത് വിചാരിച്ചോട് തന്നെ നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, അടുത്ത നിസ്കാരം അള്ളാഹിനോട് ദ്വാരക്ക, പടച്ചോനെ വേണ്ടാത്തതൊന്നും മനസ്സിൽ തോന്നിപ്പിക്കല്ലേ, അത് അള്ളാഹു പുറത്തു വരും. ഒരാളോടും അത് പറയാൻ പാടില്ല. പറയണതാണ് വലിയ തെറ്റ്, ചെയ്താൽ അതിനേക്കാളും വലിയ തെറ്റാണ്.
ബഹുമാനപ്പെട്ട സൈനബ് ബിബി റളിയല്ലാഹു അൻഹ മദീനത്തെത്തി. പിന്നീട് ബഹുമാനപ്പെട്ട സൈനബ് വാപ്പാന്റെ കൂടെ തന്നെ താമസിക്കാണ്, റസൂലുള്ളാഹിന്റെ കൂടെ. 6 വർഷം ആ താമസം തുടർന്നു. അതിനിടക്ക് റസൂലുള്ളാഹി തങ്ങൾ മോളോട് ചോദിച്ചു, മോളെ സൈനബ്, അനക്കൊരു വേറെ കല്യാണം ഉണ്ടാക്കട്ടെ മോളെ എന്ന് ചോദിച്ചു. ആ സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു ഉപ്പാനോട്, ഉപ്പാ, എനിക്ക് മറ്റൊരു കല്യാണം ആവശ്യമില്ല. ഞാനും എന്റെ ഭർത്താവും പിണങ്ങിയിട്ടില്ല, ഞാനും എന്റെ ഭർത്താവും തെറ്റിപ്പിരിഞ്ഞിട്ടില്ല, ഞാനും മൂപ്പരുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. ഏതെങ്കിലും സമയത്ത് മൂപ്പര് ഷഹാദത്ത് കലിമ ചൊല്ലി വരികയാണെങ്കിൽ എനിക്ക് അവരെ തന്നെ സ്വീകരിച്ചുകൂടെ? അതാണ് ഒരു ഇണജീവിതം. നിങ്ങൾ ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു ഇണജീവിതമാണ്. ബിൽ മവദ്ദത്തി വറഹ്മ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. മവദ്ദത്ത് റഹ്മത്ത്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഒരു ബന്ധം. അതിന് ഈ പെൺകുട്ടികളോടൊക്കെ ഇപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആൺകുട്ടികളായാലും ഉമ്മയും ബാപ്പിയും തെരഞ്ഞെടുത്ത കല്യാണമാകണം. ഉമ്മയും ബാപ്പിയും തെരഞ്ഞെടുക്കണ കല്യാണമാകണം. നമ്മൾ വാട്സപ്പിൽ നിന്ന് കിട്ടാൻ വേണ്ടി നിൽക്കണ്ട. നാളെ ഒരു പെൺകുട്ടിയും ഭർത്താവും കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്ക് 19 വയസ്സ്, ഭർത്താവിന് 48. അപ്പൊ എവിടുന്ന് കുട്ടിയതിനെ കിട്ടിയോ ചോദിച്ചുമ്പോൾ വാട്സപ്പിൽ നിന്ന് കിട്ടിയതാണ്. ഓനും കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ആ ബെറ്റിലെ കൂടി എണി കൊണ്ടോണമായിരുന്നു. വാട്സപ്പിലേക്ക് ഇന്നാരം വർത്താനല്ലേ, അത് കേട്ടുങ്ങാണ്ട് പാതിരാക്കി ഇറങ്ങിയതാണ്. ഞാൻ ആ ഓകാലത്തിൻ്റെ അടുത്ത് ആ മരത്തിൻ്റെ ചോട്ടിലുണ്ടാകും, അവിടേക്കാണ് വന്നാൽ മതി എന്ന് പറഞ്ഞതിന് പോയതാ. വിളിച്ച് എന്ന് നേരിൽ കണ്ടു നോക്കുമ്പോഴല്ലേ ഇതാണ് മുതലേ. പിന്നെ തിരിച്ച് വരിക്ക് പോകാനും വെച്ചാൽ ഞാൻ എൻ്റെ പെൺമക്കളോട് ഓർമ്മപ്പെടുത്തുന്നത്, മക്കളെ, നിങ്ങളെ തീറ്റിപ്പോറ്റി വളർത്തുന്ന ഉമ്മാക്കും ബാപ്പാക്കും വല്ലാത്ത പൂതിയുണ്ട് നമ്മളെ കല്യാണം കഴിപ്പിക്കാനും നമുക്കൊരു ഭർത്താവിനെ കിട്ടാനും നമുക്കൊരു ഭാര്യനെ കിട്ടാനൊക്കെ ആശിച്ച് മോഹിച്ച് ദാഹിച്ച് കാത്തിരിക്കും. നിങ്ങൾ തന്നെയാണ് കണ്ടെത്താൻ വേണ്ടി നിൽക്കണ്ട. അത് പലപ്പോഴും ചോരത്തളപ്പുള്ള സമയത്ത് ചോര ഊറ്റി കുടിക്കാൻ കഴുകക്കണ്ണുമായി കാത്തു നിൽക്കുന്ന കാമവെറിയന്മാര് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അതിന് പെൺകുട്ടികൾ ചതിയിൽപ്പെടരുത്. നമ്മൾ എസ്.എ. ജമീൽ ശരിക്കുള്ള വിവാഹം നടത്തിയിട്ട് തന്നെ എസ്.എ. ജമീലിന്റെ പാട്ടിലുണ്ടല്ലോ, അന്ന് ഞാൻ ഈ മക്കളെ തന്തക്ക് മധുരപ്പനൻ ചക്കര, 3 മക്കളെ തള്ള ഞാൻ ഇന്ന് ഉണങ്ങിക്കടിച്ച കൊപ്പര. പാപ്പല്ലാത്ത 2 പ്രസവം, അത് അലസലും മറ്റാക്കലും മറിച്ചൊക്കെ കഴിഞ്ഞ് നിന്റെ ആ ചോരത്തളപ്പിന്റെ തുടിപ്പ് കവിളത്തുനിന്നാണ് പോയാൽ ആ കാമവെറിയൻ നിന്നെ ഉപേക്ഷിക്കും. പിന്നെ നിന്നെ ആർക്കും ആവശ്യമുണ്ടാകൂല. അന്ന് ഉമ്മാന്ന് വിളിക്കാൻ മോളെ ഉമ്മ ഉണ്ടാവൂല, വാപ്പാന്ന് വിളിക്കാൻ വാപ്പ ഉണ്ടാവൂല, നിനക്കാണെങ്കിൽ മോനെ എന്ന് വിളിക്കാൻ ഹലാലായ ഒരു കുട്ടി ഉണ്ടാവൂല. അതുകൊണ്ട് ഈ അമേരിക്കൻ സംസ്കാരം, ഈ യൂറോപ്യൻ പാശ്ചാത്യൻ സംസ്കാരം നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരണ്ട. അമേരിക്കൻ ഐക്യരാഷ്ട്ര രാജ്യത്ത് പോയി നോക്കിയാൽ എന്താണെന്നറിയാം, 60% മക്കൾക്കും വാപ്പാന്റെ പേരറിയില്ല, അച്ഛന്റെ പേരറിയില്ല. ആരെ പേരേ അറിയുള്ളൂ? അമ്മന്റെ പേര് മാത്രമേ അറിയുള്ളൂ. കാരണം ഇവർക്ക് ആരാണ് ഇവരെ വാപ്പ എന്നുള്ളത് പിടുത്തല്ല. എന്തുകൊണ്ട്? ആരെയോ കൂടെ പോകുന്നതാണ്. ജന്യ പിരിവിന് പോണ് സംഗതി എന്തായാലും നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ബക്കറ്റും വലുതാണ്, വരുന്ന ആളും ഒരു വലിയ ആള്. അങ്ങനെ ഉണ്ടല്ലോ ചില സ്ഥലത്തൊക്കെ ചെന്നാക്കാണ് ഒരു കൂരി ബക്കറ്റ് വെച്ചിട്ട് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ നടക്കും. അപ്പൊ ഇതിപ്പോ നമ്മൾ കൊടുക്കണോടത്തും എല്ലാവർക്കും അറിയാം കുറച്ചൊരു മട്ടത്ത് കൊടുക്കണം. കാരണം ഓനെപ്പോലത്തെ ഒരു മുഴുവൻ മനുഷ്യനല്ലേ വരുന്നത്. ബക്കറ്റും നല്ല വല്ല നന്നായിട്ടുണ്ട്. അല്ലാഹു തആല ഖൈറും ബർക്കത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി നമ്മളിങ്ങനെ എന്താ നോക്കണ്ട. ജന്യ എല്ലായിടത്തും പോണേ, എല്ലായിടത്തും പോണം. ആ പെണ്ണുങ്ങളുടെ അടുത്ത് കൂടെ ഒക്കെ പോണം, റോട്ടിലൊക്കെ പോണം, എല്ലാ സ്ഥലത്തും പോണം. കാരണം ഈ പെണ്ണുങ്ങളൊക്കെ നാളെ പറയാം, കൂറ്റമ്പാറ ഉസ്താദ് വയല് പറഞ്ഞ അന്ന് ഒരു ബക്കറ്റ് പിരിവും കൂടി കൊടുക്കാൻ കൂടിയില്ല. അങ്ങനെ ഇന്നെ പറ്റിയിട്ട് കേസ് പറയാൻ നിൽക്കണ്ട, ഞാൻ അങ്ങനെയാണ് ചിരിച്ച് കളിച്ചാണ് മരിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെയാണ് പിരിവൊക്കെ എന്താക്കണം, എല്ലാവരും കൊടുക്കണം. ഞാനും നാളെ ഒരു മഹല്ലത്തിലെ ജനറൽ ബോഡിക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായി. എന്താ വെച്ചാൽ ചെന്നപ്പോൾ അവിടുത്തെ ഖത്തീബിനോട് ചോദിച്ചു നോക്കുമ്പോൾ ഖത്തീബിന് ശമ്പളം പറ്റ കുറവാ. അപ്പൊ ജനറൽ ബോഡിയിൽ ഞാൻ പറഞ്ഞു മൂപ്പർക്ക് 2000 റുപ്യ കൂട്ടുകയാണ്. അങ്ങനെ മൂപ്പർക്ക് 2000 കൂട്ടി. അപ്പൊ മറ്റേ അസിസ്റ്റന്റ് മൂലിയാർ ഇങ്ങനെ കണ്ടു. അപ്പം 1000 മൂപ്പർക്കും കൂട്ടി. ഇവർക്ക് 2 ആൾക്കും കൂട്ടി നോക്കുമ്പോൾ നാട്ടുകാരെ കണ്ണും മൂറോണ്ട് പാടി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ പഠിച്ചവനെ.
അപ്പൊ ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ചങ്ങായിനോട് ചോദിച്ചു, എന്താ ഒരു കണ്ണുമൂറ് ഒരു തെളിവില്ലല്ലോ. അപ്പൊ ഒരാൾ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ വന്നിട്ട് ഇപ്പൊ എന്തേ കാര്യം? ആദ്യക്കാർക്ക് 2000 കൂട്ടി, അസിസ്റ്റന്റിന് 1000 കൂട്ടി, നാട്ടുകാർക്ക് എന്തേ കാര്യം കിട്ടിയത്? അതയക്കാരെ പോലെ വിഷമം നട. അപ്പൊ എനിക്കും അത് ബോധ്യപ്പെട്ടു. ഞാൻ വേഗം ഒരു മൗലായൊക്കെ ചെല്ലിച്ച് ഇതുപോലൊക്കെ ഒന്ന് റാഹത്താക്കി ഒപ്പം നിർത്തിയിട്ട് അവിടെ 150 ഉറുപ്പ്യന് പൈസയ്ക്ക് അതാണ് 200 ആക്കി. അപ്പൊ എല്ലാവർക്കും അവിടെ റാഹത്തായി. ഖത്തീബിനും കൂട്ടി, അസിസ്റ്റന്റിനും കൂട്ടി, നാട്ടുകാർക്കും കൂട്ടി. അപ്പൊ നല്ലൊരു കാരണം എന്തോ ഒരു റാഹത്ത്. അവിടെ ജുമാ കഴിഞ്ഞാണ്ട് ഒരു പെരയിൽ പോയി നെയ്ച്ചോറ് ഇറച്ചിയൊക്കെ തന്ന് ഒരു പറഞ്ഞു, ഉസ്താദ് ഇഞ്ഞും വരണം തന്നെ. അപ്പോൾ തിരുപ്പതി കൊണ്ടാണത്. അപ്പൊ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് തീരുമാനിച്ച് പിരിവോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരോടും വാങ്ങിയെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അള്ളാഹു തആല നമ്മളെ സഹോദരിമാർക്കൊക്കെ റഹ്മത്ത് കൊടുക്കട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ കണ്ട നിങ്ങൾ ഒരു ഇണജീവിതം എന്ന് പറയുന്നത്, ഇണജീവിതം, സൗജൈൻ, ഇണയും തുണയും, അത് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. എപ്പോഴും കാത്തു. വാപ്പിമ്മയും തമ്മിൽ പിണങ്ങി വർത്താനം പറഞ്ഞാൽ പിന്നെ മക്കളെ എവിടുന്നാ നന്നാകുക? അപ്പൊ സൈനബ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉപ്പ എനിക്ക് വേറെ കല്യാണം വേണ്ട. അങ്ങനെ 6 വർഷം കഴിഞ്ഞിട്ട് സൈനബ ബീബിയുടെ ഭർത്താവ് 6 വർഷം കഴിഞ്ഞിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. അല്ലാഹു റബ്ബി. 6 വർഷം കഴിഞ്ഞ് ഇസ്ലാം മതം സ്വീകരിച്ച് മദീനത്ത് വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി. മദീനത്ത് വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോൾ ഇസ്ലാം മത ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പൊ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നുണ്ട്, മോളെ സൈനബോ, അബുല്ലാസ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്, നിനക്ക് അയാളെ തന്നെ ഭർത്താവായിട്ട് വേണോ? അപ്പോഴാണ് വീണ്ടും ഭർത്തൃ ജീവിതം ആരംഭിക്കുന്നത്. പക്ഷേ ആ ജീവിതം 2 വർഷമേ തുടർന്നുള്ളൂ. ആ ജീവിതം 2 വർഷമേ തുടർന്നുള്ളൂ. അതിനിടക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. സൈനബ് വഫാത്തായി. ഹിജ്റയുടെ 8-ാം വർഷം. ഹിജ്റയുടെ 8-ാം വർഷം. അല്ലാഹു റബ്ബി. ബഹുമാനപ്പെട്ട മൂത്ത മോളും മരണപ്പെട്ടു. 3 ആൺകുട്ടികൾ നേരത്തെ മരണപ്പെട്ടു. റസൂലുള്ളാഹിന്റെ മൂത്ത മോള് സൈനബ് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ 3 വർഷം മുമ്പ് മരണപ്പെട്ടു. പിന്നെ റസൂലുള്ളാഹിക്കുള്ള നമ്മൾ പഠിക്കണം ഒരു കുടുംബ ജീവിതത്തിൽ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് പിന്നുള്ളത് 3 പെൺമക്കളാണ്. അതിലാരാ? 2 പെൺമക്കൾ, ഒന്ന് ഉമ്മു കുൽസൂം, ഒന്ന് റുഖിയ. അവർ 2 പേരും 2 പ്രസവത്തിലെ കുട്ടികളാണെങ്കിലും 2 ആളെയും കണ്ട ഇരട്ട കുട്ടികളാന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടാവില്ല ചില വീട്ടില്. കണ്ട 2നെ എങ്ങനെയാ തോന്നുക? ഇരട്ട കുട്ടികളാ തോന്നുക. ഈ ഇരട്ട കുട്ടികളായി ഇങ്ങോട്ടുള്ള കുട്ടികളെ കെട്ടിച്ചുമ്പോൾ വാപ്പാർക്ക് ഒരു പൂതി ഉണ്ടാകും, 2നും ഒപ്പം കെട്ടിച്ചാണ്. ഒരു 2 ആളും അങ്ങനെ ഇണയായി നിൽക്കണതാ. അപ്പൊ ഒരു കുട്ടിക്ക് ഭർത്താവിനെ കിട്ടി, മറ്റേനെ കിട്ടാൻ ഞാൻ എന്തുണ്ടാകും? ഒരു പൊറുതേടുണ്ടാവും. നമ്മൾ ചില നിക്കാഹൊക്കെ ഇങ്ങനെ കാത്തുക്കോല, മറ്റേ കുട്ടിയും കൂടി കല്യാണം വരട്ടെ എന്നൊക്കെ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ 2 കുട്ടികളാണ്, ഉമ്മു കുൽസൂമും റുഖിയും. 2 പ്രസവത്തിലെ കുട്ടികളാണെങ്കിലും കണ്ടാ തോന്നും ഇത് ഇരട്ടിയാണോ. ആ 2 കുട്ടികളെ റസൂലുള്ളാഹി തങ്ങൾ കല്യാണം കഴിച്ചത് ഒരു വലിയ തറവാട്ടിക്ക. അത് ആരെ തറവാടാ? അത് അബൂലഹബിന്റെ തറവാടാ. അബൂലഹബിന്റെ 2 മക്കളുണ്ട്, ഉത്ബത്തും ഉതൈബത്തും. ഉത്ബത്തും ഉതൈബത്തും ഓലെക്കൊണ്ട് 2 ആളെ കൊണ്ടുമാണ് റുഖിയ ബീബിനെ ഉമ്മു കുൽസൂമിനെയും കെട്ടിച്ചത്. പക്ഷേ പിന്നെന്താ ചെയ്തത്? ഈ 2 മക്കളെ അമ്മായിമ്മയും അമ്മോശനും അബൂലഹബും ഭാര്യയും റസൂലുള്ളാഹിന്റെ കഠിന ശത്രുക്കളായി. നബി തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചപ്പോൾ മക്കയിലെ ഏറ്റവും വലിയ വിരോധികളായത് ഇവർ 2 ആളും. കുട്ടികളെ കെട്ടിച്ച 2 ആ പെരീത്ത ഉമ്മയും ബാപ്പിയാണ്. യാ റബ്ബ്. മറ്റാരും ചെയ്യാത്ത ധിക്കാരം നബി തങ്ങളോട് കാണിച്ചു അബൂലഹബ്. എന്താ? റസൂലുള്ളാഹി ഒരു സ്ഥലത്ത് പോയി 10 ആളുകളെ സംഘടിപ്പിച്ചു. അവർക്ക് ദീനിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്ക് അബൂലഹബ് അവിടെ എത്തും. ആ സഭയിൽ വന്നിട്ട് പറഞ്ഞ് എരപ്പാക്കും, ഇവൻ കള്ളനാണ്, ഇവനെ വിശ്വസിക്കരുത്, ഇവൻ നമ്മളെ ദൈവത്തെ ആക്ഷേപിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ കൂടെ മാത്രമല്ല അബൂലഹബിന്റെ ഭാര്യ ഹമ്മാലത്തുൽ ഹതബ് ഓളെന്താ ചെയ്തത്? റസൂലുള്ളാഹി പോണ വഴിക്ക് അടിക്കാറ്റ് വാരിയിട്ടു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ മുത്തുനബിയുടെ ശരീരത്തിലേക്ക് ചളി വാരിയിട്ടു. അങ്ങനെ മുത്തുനബിയെ ഇങ്ങനെ ഉപദ്രവിച്ചു 2 ആളും. മാത്രമല്ല അവർ 2 ആളും എന്ത് പറഞ്ഞു? അമ്മായിമ്മയും അമ്മോശനും പറഞ്ഞു 2 മക്കളെ വിളിച്ചിട്ട്, മുഹമ്മദിന്റെ 2 മക്കളെ ഇനി നമ്മളെ വീട്ടിൽ നിർത്താൻ പറ്റൂല, അവിടുന്ന് പറഞ്ഞേക്കണം. അല്ലാഹു റബ്ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 മക്കളെ അവർ വിവാഹമോചനം നടത്തി. 2 മക്കളെയും ജ്യേഷ്ഠനും അനുജനും വന്നിട്ട് മക്കളെ വാപ്പാക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, 2 മക്കളെയും ഞങ്ങൾ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു. നിങ്ങൾ ഓർക്കണം, ഒരു വാപ്പ എന്ന നിലവാരത്തിൽ നിന്നുകൊണ്ട് മുത്തുനബിനെ നമ്മൾ പഠിക്കണം. ഓ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ കുടുംബത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴൊക്കെ ഞാൻ മരിച്ചെങ്കിലോ എന്ന് കരുതി നമുക്ക് മനസ്സ് പതറാണ്. അല്ലാഹു റസൂലിനെ പറ്റി ഓർത്തു നോക്കൂ നിങ്ങൾ. 3 ആൺമക്കൾ നേരത്തെ മരിച്ചു. സൈനബ ബീവിന്റെ കഥ ഞാൻ പറഞ്ഞല്ലോ. അല്ലാഹ്
ഉമ്മു കുൽസൂമിനെ തലാക്ക് ചൊല്ലി, റുഖിയായും തലാക്ക് ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ ഇടക്കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്നെന്നറിയോ? ഭർത്താവ് മുസ്ലിമാകാതെ സൈനബ് വീട്ടിലുണ്ട്. അതേ സമയത്ത് റുഖിയ ബീബി, ഉമ്മു കുൽസൂം അവര് തലാക്ക് ചെല്ലിങ്ങാണ്ട് അവരും വീട്ടിലുണ്ട്. ആ വാപ്പാന്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഖദീജ ബീബി ആണെങ്കിൽ മരിക്കുകയും ചെയ്തു. അന്ന് ചെറിയ കുട്ടിയായിട്ടുള്ളത് ഫാത്തിമയാണ്. മനസ്സിലായോ? ആ ഒരവസ്ഥയിൽ വാപ്പ ഈ മക്കളെ മുഴുവനും പോറ്റുന്ന ഒരവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കൂ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മുത്തുനബിയുടെ കുടുംബ ജീവിതത്തെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കാണാം സങ്കടങ്ങളുടെ കണ്ണീരിന്റെ കഥ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോളെ കല്യാണം കഴിക്കാൻ പിന്നെ തയ്യാറായതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചു. ഉമ്മു കുൽസൂമും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ മോള് ഉമ്മു കുൽസൂമിനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന മധ്യേ ബദറിന്റെ സമയമായി. ഹിജ്റയുടെ 2-ാം വർഷം ബദർ സമയമായി. ആ ബദറിന്റെ സമയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും രണ്ടുപേരും ബദറിലേക്ക് പോകാൻ അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്, പുറപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ സമയത്താ അപ്പോഴാണ് വീട്ടിൽ നിന്ന് വിവരം കിട്ടുന്നത്. അല്ലാഹു റബ്ബി. അപ്പൊ വിവരം കിട്ടി. എന്താ വിവരം? മോൾക്ക് തീരെ സുഖമില്ല, മോൾക്ക് തീരെ സുഖമില്ല. ആ വിവരം കിട്ടിയപ്പോൾ റസൂലുള്ളാഹി തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും രണ്ടാളും കൂടി വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ റുഖിയ ബീവി തീരെ സുഖമില്ലാതെ നിൽക്കാൻ. യാ റബ്ബ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞു, ഉസ്മാനെ, ഞാൻ ബദറിലേക്ക് പോകാം, നിങ്ങൾ മോളെടുത്ത് നിന്നോളി. മോൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായാൽ ആരും ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. റസൂലുള്ള ബദറിലേക്ക് പുറപ്പെട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റുഖിയ ബീബിന്റെ കൂടെ നിന്നു. റുഖിയ ബീബിക്ക് രോഗം കഠിനമായി. റസൂലുള്ള ബദറിലേക്ക് പോവുകയും ചെയ്തു. ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, ബദറിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് ബദർ സമരമുണ്ടായി. ബദറിൽ കോലാഹലങ്ങളൊക്കെ നടന്നു. ബദർ യുദ്ധം വിജയിച്ച് റസൂലുള്ളാഹി തങ്ങളും സ്വഹാബാക്കളും മദീനത്തേക്ക് തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുമ്പം വിജയാഹ്ലാദത്തിന്റെ മുൻ സംഘത്തിൽ വരുന്ന ആൾക്കാർ മദീനത്തേക്ക് ഇങ്ങനെ എത്തുമ്പോൾ മദീനയിലെ ഖബർസ്ഥാൻ ജന്നത്തുൽ ബഖീഅ്, ആ ജന്നത്തുൽ ബഖീഅയിൽ നിന്ന് മണ്ണ് കളക്കണ കൈക്കോട്ട് കൊടുത്തിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഖബർസ്ഥാനിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന രംഗാണ് കാണുന്നത്. അതെന്തായിരുന്നു? റുഖിയ ബീബി വഫാത്തായിട്ട് മറവ് ചെയ്തിട്ട് ആ മണ്ണ് കോരിടുന്ന ആ കൈക്കോട്ട് വെച്ച് ഇങ്ങനെ വരുന്ന രംഗാണ് ബദർ കഴിഞ്ഞു വരുമ്പോ കാണുന്നത്. റുഖിയ ബീബി റളിയല്ലാഹു അൻഹ ഹിജ്റയുടെ 2-ാം വർഷം മദീനയിൽ വഫാത്തായി. റസൂലുള്ളാഹിന്റെ 2-ാമത്തെ മോളും